ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ട ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം എല്ലാവർക്കും ലഭിക്കുന്നത്. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ആദ്യം നമുക്ക് മസാല പുരട്ടി വയ്ക്കണം. അതിനായിട്ട് ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വിനെഗർ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 അവർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം. ഇപ്പോൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 1/2 അവർ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം വേപ്പില കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മൊരിയിച്ചെടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 2 സൈഡും നന്നായി തന്നെ നമുക്കൊന്ന് മൊരിയിച്ചെടുക്കണം. ഇപ്പോൾ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡും കൂടെ ഒന്ന് മൊരിയിച്ച് എടുക്കണം. ഇപ്പോൾ ചിക്കനെല്ലാം ഇവിടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ഇനി ബാക്കിയുള്ള ചിക്കനും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെ ഉള്ളിയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു 20 ചുവന്നുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. 2 ചെറിയ സവോള കട്ട് ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് സവോളയ്ക്ക് പകരം ചുവന്നുള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിനായിട്ട് കുറച്ച് ചുവന്നുള്ളിയും ബാക്കി സവോളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ടുള്ള ഒരല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളിയെല്ലാം ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം കളർ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ക്രഷ് ചില്ലി ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ റോസ്മെല്ലെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് സെറ്റായി വരണം. ഇപ്പോൾ എല്ലാം കൂടെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം വേപ്പില കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ക്രഷ് ചില്ലി കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ചിക്കനിൽ ഇതെല്ലാം നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാം കൂടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ട് ഇപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്